കൊറോണ സമയത്ത് ഒരു 2-3 മാസം വീട്ടിലിരുന്നപ്പോൾ തന്നെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം. ഇവിടെ ഒരു മനുഷ്യൻ 35 വർഷമായിട്ട് തന്റെ കുടുംബത്തെ ക്വാറന്റൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്ത്, എങ്ങനെ, എവിടെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് പടം കണ്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം ബ്ലാസ്റ്റ് ഫ്രം ദി പാസ്റ്റ് എന്ന് പറയുന്ന 1999 റിലീസായ ഒരു അടിപൊളി പടമാണ്. ഈ പടത്തിന്റെ തുടക്കത്തിൽ ഒരു അച്ഛനും അമ്മയും കാണിക്കുന്നു. ഇവർക്ക് ഒരു കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷെ അമ്മ പ്രഗ്നന്റ് ആണ്. ഈ കഥ 1962 നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം എല്ലാവരുമായിട്ട് ആഘോഷിക്കാനായിട്ട് അച്ഛന്റെ കൂട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരെയും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വീട്ടിൽ ക്ഷണിച്ച് ഒരു അടിപൊളി പാർട്ടി കൊടുക്കുന്നു. എല്ലാവരും നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമുക്ക് നമ്മുടെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ വലിയൊരു സയന്റിസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളെ പറ്റിയും പുള്ളിക്ക് പച്ചവെള്ളം പോലെ അറിയാം. പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പുള്ളി ഓൾറെഡി ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് ജോലി നോക്കുന്നത്. അങ്ങനെ പാർട്ടിയൊക്കെ നല്ല ജോലിയായിട്ട് എല്ലാവരും പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വ്യക്തി അവിടേക്ക് ഓടി വന്നിട്ട് ന്യൂസ് നോക്ക്, എല്ലാവരും പെട്ടെന്ന് ന്യൂസ് നോക്കുക പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഒരു സംഭവം എന്താ അറിയാനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ന്യൂസ് വയ്ക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ന്യൂസ് വന്നിട്ട് പറയുന്നു, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ വലിയൊരു സംഘർഷം ഉണ്ടായി, അതിനെ തുടർന്ന് ചിലപ്പോൾ ഒരു യുദ്ധം വരാൻ സാധ്യതയുണ്ട്, അതൊരു അണുവായുധ യുദ്ധം അയക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും പേടിച്ച് എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നു, പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അണുവായുധ നമ്മുടെ നാട്ടിൽ നിന്ന് പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാര്യ എടുത്ത് പറയുന്നു, ഞാനൊരു ബങ്കർ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഭൂമിക്കടിയിൽ, നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞ് ഭാര്യ എടുത്ത് പറയുന്നു. എന്നിട്ട് ഇവർ നേരെ ചെന്ന് ബങ്കറിലേക്ക് പോകാനുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയാൽ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാം എന്ന് ഭാര്യ എടുത്ത് പറയുന്നു. ഭാര്യയ്ക്ക് ഇത് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും മനസ്സോടെ ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് വേറെ വഴിയില്ലാതെ ഭാര്യ ബങ്കറിന്റെ അകത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ബങ്കറിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് കാണിക്കുന്നു, ഇവരുടെ വീടിന്റെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഹെലികോപ്റ്റർ മാൽ ഫംഗ്ഷൻ ആവുന്നു, എന്തോ ഒരു കംപ്ലൈന്റ്. അങ്ങനെ ഹെലികോപ്റ്റർ നേരെ വന്ന് ഇവരുടെ വീടിന്റെ മുകളിലോട്ട് വീഴും. കറക്റ്റ് ഇവരുടെ നേരെ വീടിന്റെ മുകളിലാണ് വീണത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ ബങ്കറിന്റെ അകത്ത് ഇരിക്കുന്ന ഈ ശബ്ദം ഇവർ കേട്ടിട്ട് ഇവർ വിചാരിക്കും ന്യൂക്ലിയർ ബോംബാണ് വീടിന്റെ മുകളിൽ വീണത്. ഇവർ വിചാരിക്കും അയ്യോ വാർ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളും ഇപ്പം ന്യൂക്ലിയർ ബോംബ് വീണത് നമ്മളും മരിച്ചു പോകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഭാര്യ സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഭാര്യ അടുത്ത് പറയുന്നു, ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ 35 വർഷത്തോളം അതിന്റെ ആ ഒരു റേഡിയേഷൻ അവിടെ കാണും, അതുകൊണ്ട് നമുക്കൊരു 35 വർഷത്തേക്ക് ഇനി ഭൂമിയിൽ, അതായത് ബങ്കറിൽ നിന്ന് പുറത്താൻ പറ്റത്തില്ല എന്ന് ഭാര്യ അടുത്ത് പറയുന്നു. ഭാര്യ ഇത് കേട്ടിട്ട് ഭയങ്കര അപ്സെറ്റ് ആവും. അങ്ങനെ അമ്മ ഇതൊക്കെ കേട്ട് ഷോക്കായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അതിനൊപ്പം തന്നെ അമ്മയ്ക്ക് പ്രസവ വേദന വരുന്നു. അവർക്കൊരു സുന്ദരനായ ഒരാൺകുട്ടി ജനിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവർ അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം, അല്ലെ? നമ്മളെ തുടക്കത്തിലേ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു വലിയ സയന്റിസ്റ്റ് ആണെന്ന്. ഈ ബങ്കറിന്റെ അകത്ത് തന്നെ ഇദ്ദേഹം ചെടികൾ വളർത്തുന്നു, നമുക്ക് ആവശ്യമായ അരി സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ വളർത്തിയെടുക്കുന്നു, മീനുകളെ ടാങ്കിൽ വളർത്തുന്നു, ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പുള്ളി ഈ കറയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ പുള്ളി ഓൾറെഡി ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കഴിക്കാനുള്ള ഭക്ഷണ വസ്തുക്കളും മറ്റൊക്കെ ഓൾറെഡി മേടിച്ച് ഒരുപാട് വർഷത്തേക്ക് കഴിക്കാമെന്ന് മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് ആകെയുള്ള എന്റർടൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ടി വി ഇട്ട് കാണും. അതാണ് ഇവർക്ക് ആകെയുള്ള എന്റർടൈൻമെന്റ്. അവിടെ കുഞ്ഞും വളർന്നു വരും. അതേസമയം മുകളിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം വർഷം 1965 ഒരു വേനൽക്കാലം ബോംബ് വീട് പൊട്ടിത്തെറിച്ച് പോയ ആ സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ, പക്ഷെ ഇതൊന്നും താഴെ ഇരിക്കുന്ന അവരറിയുന്നില്ല. ഇതേ സമയം ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. മകന് ഇവര് പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എഴുതാൻ പഠിപ്പിക്കുന്നു, ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പയ്യൻ വളർന്ന് ഒരു ടീനേജ് പരുവം. അച്ഛൻ മോന് സയൻസിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, സയൻസിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. കാരണം ഫ്യൂച്ചറിൽ മോനും തന്നെ പോലെ വലിയ സയന്റിസ്റ്റ് ആണോ എന്നൊക്കെയാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. എന്നാൽ മോനാവട്ടെ എപ്പോഴാച്ചാ ഇനി എനിക്ക് മുകളിൽ പോകാൻ പറ്റുന്ന, എപ്പോഴാച്ചാ എനിക്ക് ബാക്കി ഉള്ള ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റുന്ന, ഇനി എന്താ വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ കാണാനും സഹകരിക്കാനൊക്കെ പറ്റുന്നത് എന്നുള്ള ചോദ്യം, രസകരമായ കുറെ ചോദ്യങ്ങളാണ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഈ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കാർഡുകൾ കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ സച്ചിന്റെയും മറ്റു ക്രിക്കറ്റേഴ്സിന്റെയും കാർഡ്, പിന്നെ അതുപോലെ തന്നെ ഈ ഗുസ്തിക്കാരുടെ ഒക്കെ കാർഡുകളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കളിക്കുന്നത്, മറ്റേ കാർഡ് ഗെയിം കളിക്കുന്നത്, അതുപോലത്തെ കാർഡുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഈ ഓരോ കാർഡും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതൊക്കെ പുറം ലോകത്ത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ വളരെ വലിയ വിലയ്ക്ക് മേടിക്കാൻ ആൾക്കാർ തയ്യാറായിട്ടിരിക്കുന്ന അത്രയും വാല്യുള്ള കാർഡുകളാണ് അതൊക്കെ. പക്ഷെ ഇതൊന്നും ഈ ബങ്കറിലേക്ക് ഇവർക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റിയൊന്നും. അങ്ങനെ സമയങ്ങൾ കടന്നു പോകുന്നു. ഈയിടയ്ക്ക് ഇപ്പോൾ ഒരു 35 വയസ്സാണ്. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അമ്മ അച്ഛനും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഡിന്നർ സമയത്ത് അച്ഛൻ പറയുന്നു, ഇനി കുറച്ച് നാളാകുമ്പോഴത്തേക്കും 35 വർഷം തികയും, നമുക്കെല്ലാം മുകളിലേക്ക് പോകാം, ബങ്കർ വിട്ട് നമുക്ക് ഭൂമിയിലോട്ട് പുറത്തു പോകാം എന്നൊക്കെ അച്ഛൻ ഡിന്നറിൽ നിന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും മോനും അമ്മയോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഡിന്നർ കഴിക്കുക. അങ്ങനെ ആ 35 വർഷവും കഴിയുന്നു. ഈ ബങ്കറിന്റെ കഥകൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് 35 വർഷം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന രീതിയിൽ ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് തുറക്കുന്നു. റെഡിൽ നിന്ന് ഗ്രീനിലോട്ട് ലൈറ്റ് മാറുന്നു. അങ്ങനെ ലൈറ്റൊക്കെ കത്തുന്നു. ബങ്കിന്റെ ഡോർ ഓപ്പൺ ആവും. ഭയങ്കര ജോളിയായിട്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാം. ഈ അച്ഛൻ പറയുന്നു, നിങ്ങൾ എന്തായാലും ഉടനെ വരണ്ട, ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ആപത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം, എന്നിട്ട് നിങ്ങൾ പുറത്തു പോകാൻ മതി എന്ന് പറയുന്നു. അമ്മയ്ക്ക് മോനും സങ്കടം ഉണ്ടെന്നാലും കുഴപ്പമില്ല, എന്നാൽ ശരി നിങ്ങൾ പോയി നോക്കിയിട്ട് പോയെന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ നമ്മൾ സയന്റിസ്റ്റ് പുറത്ത് വരിക. പുറത്ത് വരുന്ന വഴിക്ക് പുള്ളി ലിഫ്റ്റ് കയറി വരുമ്പം ഈ പുറത്തിരിക്കുന്നവർക്കെല്ലാം ഒരു ഭൂമി എടുക്കാൻ അനുഭവപ്പെടും. അപ്പോൾ അവരൊക്കെ വിചാരിക്കും നിങ്ങൾ സത്യമായിട്ട് ഭൂമി എടുക്കാമെന്ന്. അപ്പോൾ അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കുറേ പേരൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അവരൊക്കെ നമ്മളെ സയന്റിസ്റ്റിനെ കണ്ടിട്ട് ദൈവമാണ് വന്നതെന്ന് വിചാരിക്കും. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ഇങ്ങനെ നമ്മളെ സയന്റിസ്റ്റിനെ നോക്കി ഇങ്ങനെ
കണ്ണും തുറച്ച് നിൽക്കുക. നമ്മളെ സയന്റിസ്റ്റ് ആണെങ്കിലും മറ്റേ റേഡിയേഷൻ ആയിരിക്കും പുറത്തുനിന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് പറ്റിയ സൂട്ടൊക്കെ ഇട്ടുണ്ട് ആ പുള്ളി പുറത്തു വന്നിരിക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും റേഡിയേഷന്റെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പുള്ളി മനസ്സിലാക്കും. അപ്പോൾ പുള്ളി പതുക്കെ ആ മാസ്ക് ഒക്കെ ഊരി കളയുന്നു. അങ്ങനെ പുള്ളി പുറത്തു നോക്കുന്നു. അങ്ങനെ പുള്ളി പുറത്തു നോക്കുമ്പോഴത്തേക്കും പുറത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെയാണ് മനുഷ്യർ കിടക്കുന്നത്. ഈ വേസ്റ്റ് എന്നൊക്കെ ആഹാരങ്ങൾ മനുഷ്യർ ഫുഡ് എടുത്ത് കഴിക്കുന്നു, ചിലർ നിന്ന് ഛർദ്ദിക്കുന്നു, അതൊക്കെ വെള്ളം അടിച്ചിട്ടായിരിക്കും നിന്ന് ഛർദ്ദിക്കുന്നത്. അപ്പോൾ പുള്ളി ഇതൊക്കെ കാണുന്നു. അതേപോലെ അതേസമയം വേറെ കുറെ ഗുണ്ടകളൊക്കെ കുറെ കാറി നിന്നിട്ട് വേറെ കുറെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ സയന്റിസ്റ്റ് ആകെ പേടിച്ച് വരണ്ടു പോകും. എന്നിട്ട് പുള്ളി ജീവനോട് ഓടും. പുള്ളി നേരെ താഴെ ബങ്കറിൽ വന്നിട്ട് പറയും, മോളില് ഒന്നും കൂടെ ശരിയാവുന്നില്ല, ആകെ വിഷയമാണ്, പ്രശ്നമാണ് മോളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ അമ്മയടുത്തും മോൻ്റെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒട്ടും സേഫില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളും കൂടി ബങ്കറിൻ്റെ തന്നെ ജീവിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് തന്നെ ഭാര്യ മോനും പറയുന്നു, അയ്യോ ഒന്നും പറ്റത്തില്ല, നമ്മൾ ഇത്ര നാളും ഇരുന്നു, ഇനിയും പറ്റത്തില്ല എന്ന് അവർ പറയുന്നു. ഇല്ല പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇനി ഇന്ത്യ അതിരിക്കാൻ പറ്റുന്ന വന്നിട്ട് അവർ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാവുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന അച്ഛനെയും ടേബിളിൻ്റെ മുകളിലോട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ അമ്മ പറയും, ഒരു കാര്യം ചെയ്യും, നീ പോയി പെട്ടെന്ന് അച്ഛനുള്ള മരുന്ന് മേടിച്ചുകൊണ്ട് വാ, കുറച്ച് ആഹാര വസ്തുക്കളും മേടിക്കുക, കുറച്ച് മരുന്ന് കൂടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മോനെ പറഞ്ഞു വിടും. അപ്പോൾ ഇപ്പോൾ പുറത്താൻ പോകുന്നത് ആരാ? നമ്മുടെ ഹീറോ ആദ്യമായിട്ടാണ് ഈ ബങ്കറിന്റെ പുറത്ത് പോകുന്നതിന് കൂടി ആലോചിക്കുന്നത്. അതേസമയം അച്ഛൻ വിളിച്ചിട്ട് പറയും, നീ മോളിൽ പോയി എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ വരുമ്പം ഒരു അടിപൊളി മരുമോളെ വിളിച്ചിട്ട് വരണം, അവളും നമ്മുടെ കൂടെ ഇതേ ബങ്കറിൽ ജീവിക്കാൻ പോവുകയാണെന്ന് പറയും. എന്നാലും നീ നോക്കി പോയിട്ട് വാ, സേഫ് ആയിട്ടിരിക്കണം. അവിടെ മുകളിൽ പോകുമ്പോഴത്തേക്ക് ഒരു ബുക്കൊക്കെ വെക്കുന്ന ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്, അതിന്റെ അടുത്തേക്ക് പോകരുത്, അവിടെ വളരെ മോശപ്പെട്ട ബുക്കുകളൊക്കെയാണ് വിൽക്കുന്നത് എന്ന് നമ്മൾ ഹീറോയുടെ അച്ഛൻ പറയുന്നു. അതൊക്കെ വായിച്ചാൽ നീ ചീത്തയെ പോകും. അതൊക്കെ ഹീറോ കേട്ടിട്ട് ശരി ഡാഡി, ഞാൻ ചെയ്യത്തില്ല, ആ സൈഡിലോട്ട് ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോ പുറത്ത് വരണം. നമ്മളെ ഹീറോ പുറത്ത് വരുമ്പം അവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല കുറെ പിച്ചക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവര് ഇതിങ്ങനെ കണ്ടിട്ട് പിന്നെയും ദൈവമാണെന്ന് വിചാരിക്കും നമ്മളെ ഹീറോയെ കണ്ടിട്ട്. ആ ഇരിക്കുന്ന വെച്ചക്കാരൻ നമ്മളെ ഹീറോയുടെ കാലിൽ വീണിട്ട് പറയും, അത് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് ക്ഷമ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോയുടെ കാലിൽ കൊണ്ട് വീഴും. അപ്പൊ നമ്മളെ ഹീറോ ഒരു 4 ആശ്വാസമൊക്കെ സംസാരിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് പുള്ളി പുറത്ത് വരും. ജീവിതത്തിൽ ആദ്യമായിട്ട് ആകാശവും വെളിച്ചമൊക്കെ ഇങ്ങനെ കാണും. ഹീറോ ജനിച്ചിട്ട് ഇതുവരെ ഈ കറുത്ത വർഗ്ഗക്കാരൊന്നും കണ്ടിട്ടില്ല. അച്ഛനും അമ്മയിൽ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത്. അപ്പോൾ ഹീറോ ആദ്യമായിട്ട് ഒരു കറുത്ത വർഗ്ഗത്തിലുള്ള ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കും എന്നിട്ട് അവിടെ കൈ പിടിച്ച് ഷേക്കാനൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ ബുക്ക് സ്റ്റോർ വരുന്നു. സ്റ്റോറിന്റെ അടുത്തൊരു വരലെന്ന് പറഞ്ഞത് ഓർമ്മ വരും. എന്നിട്ട് ഹീറോ അവിടെ നിന്ന് ഓടിപ്പോകും. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നു പോകുന്നു. പിന്നെ എങ്ങനെ വീട് കണ്ടുപിടിക്കുന്നു അവൻ അറിഞ്ഞൂടാ. അങ്ങനെ വേറെ വഴിയില്ലാതെ ഒരു ബസ്സിൽ കയറി അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഇല്ല. അവസാനം ഒരു കടയുടെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും കാർഡുകളൊക്കെ അവിടെ ഹീറോയുടെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ കാർഡുകൾ ആ കടയുടെ അവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഈ കാർഡുകൾക്ക് നല്ല റേറ്റ് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ എഴുതി തൂക്കിയിരിക്കുന്നു. ഇത് നമ്മളെ ഹീറോ കണ്ടപാടെ കടയ്ക്കകത്തോട് ചെന്ന് കയറുന്നു. എന്നിട്ട് ഹീറോ നമ്മുടെ കടയുടെ ഓണറിന്റെ അടുത്ത് ഈ കാർഡുകൾ കാണിക്കുന്നു. നമ്മുടെ ഹീറോ ഈ കാർഡുകൾ കാണിച്ച ശേഷം നമ്മളെ കടയുടെ ഓണർ ഇതെല്ലാം കാർഡൊക്കെ നോക്കിയിട്ട് പറയും, ഈ കാർഡുകൾക്കെല്ലാം കൂടി ഞാനൊരു 35,000 രൂപ തരാം എന്ന് പറയുന്നു. അപ്പൊ ഇവനും ഇത് കേട്ടിട്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതേ സമയം ആ കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഒരു പുച്ഛഭാഗത്തിലൂടെ ഇങ്ങനെ നമ്മളെ ആ കടയുടെ ഓണറിനെ നോക്കിക്കൊണ്ട് പറ്റുക. എന്നിട്ട് അവൾ ചോദിക്കും, എടോ മനുഷ്യ തനിക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഇവന്റെ ഇരിക്കുന്ന ഓരോ കാർഡ് 35,000 രൂപ വിലയുണ്ട്, നീ പറഞ്ഞ എല്ലാ കാർഡുകളോട് ചേർത്ത് 35,000 രൂപ എന്ന് പറഞ്ഞ് അവനെ പറ്റിക്കാൻ നോക്കിയില്ലേ, നീയൊക്കെ നന്നാകൂടാ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോഴേക്കും മുതലാളി ദേഷ്യം നീ ഇറങ്ങിപ്പോയി എന്റെ കടയിൽ, നീ ഇവിടെ ജോലിയുണ്ട്, അതിനെ ജോലി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ആ കട ഇറക്കി വിടും. അപ്പൊ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് ദേശിച്ച് ഇറങ്ങിപ്പോകുന്നു. അതിന്റെ തൊട്ട് പുറകെ ഹീറോയിൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ തൊട്ട് പുറകെ ഇറങ്ങിപ്പോയിട്ട് അവളോട് ഇങ്ങനെ ഓരോ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഹീറോയുടെ രീതിയിലൊക്കെ പറഞ്ഞാൽ ഒരു 30 വർഷം മുമ്പേ ഒരു വ്യക്തി എങ്ങനെ പെരുമാറി സംസാരിക്കും ആ ഒരു രീതിയിലാണ് നമ്മുടെ ഹീറോ എപ്പോഴും ഇരിക്കുന്നത്. ആ പെണ്ണുകൊണ്ട് നമ്മുടെ ഹീറോ നിൽക്കുന്നത് ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇവന് വട്ടാണ് എന്ന് വിചാരിച്ച് പതുക്കെ അവന്റെ അടുത്ത് നിന്ന് ഓടി മാറുന്നു. അപ്പോൾ നമ്മളെ ഹീറോ പെട്ടെന്ന് നമ്മളെ ഹീറോയിന്റെ അടുത്ത് പറയും, ഒരു മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുന്ന ആ സ്പോർട്സ് കാർഡ് എടുത്തിട്ട് ഹീറോയിന്റെ അടുത്ത് കാണിച്ചിട്ട് പറയും, ഇതിൽ ഓരോ കാർഡ് 35,000 രൂപ വില വരുമെന്നല്ലേ നീ പറഞ്ഞത്, ഞാൻ നിനക്കൊരു കാർഡ് തരാം, എനിക്ക് താമസിക്കാൻ ഒരു നല്ല വീട് അറേഞ്ച് ചെയ്താന്ന് പറയും. എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോയിൻ ശരിയെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ച് കാറി കേട്ടിട്ട് കുറെ നേരം വീട് കണ്ടുപിടിക്കേണ്ട അവിടെ ഇവിടെയൊക്കെ കറങ്ങും. പക്ഷെ വീട് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ഒരു രക്ഷയില്ല. അവസാനം ഇവ ഹീറോ പറയും, എന്നാ ശരി ഒരു കാര്യം ചെയ്യും, എനിക്ക് താമസിക്കാൻ നല്ലൊരു ഹോട്ടൽ സെറ്റ് ചെയ്താന്ന് പറയും. അങ്ങനെ ഇവര് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ മുമ്പ് പാർക്ക് ചെയ്യും. എന്നിട്ട് ഒരു ഗുഡ് ബൈ പോലും പറയാതെ നമ്മളെ ഹീറോയിൻ കാർ വിട്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മളെ ഹീറോ അതിന്റെ അകത്ത് കയറി ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ ഹീറോ വിചാരിക്കും, അപ്പൊ ഈ സ്പോർട്സ് കാർഡ് കാണിക്കുവാണെങ്കിൽ എന്ത് കാര്യം നടത്തി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സ്പോർട്സ് കാർഡ് അവിടെ കൊണ്ട് കാണിക്കുക ഏത് റിസപ്ഷൻ അന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റിസപ്ഷനിസ്റ്റ് പറയും, ഇതൊന്നും ഈ സ്പോർട്സ് കാർഡൊന്നും നമ്മൾ എടുക്കത്തില്ല, നമ്മൾക്ക് കാശ് കിട്ടിയാലേ ഇവിടെ റൂം തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീറോ അടുത്ത് പറയുന്നു. അപ്പൊ നമ്മള് ഹീറോയുടെ അടുത്ത് കുറച്ച് കാശുണ്ട്, അച്ഛൻ തന്നിട്ട് കുറച്ച് കാശുണ്ട്, അത് കൊടുത്ത് ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ഹോട്ടലിൽ ഉള്ള റൂം ബോയ്ക്ക് ടിപ്പൊക്കെ കൊടുക്കും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഓടി ഹീറോയുടെ അടുത്തിട്ട് വന്നിട്ട് പറയും, എനിക്ക് ഈ കാർഡ് വേണ്ട, ഈ കാർഡ് നീ തന്നെ വെച്ചോ, ഈ കാർഡ് 35,000 വിലയുണ്ട്, ജസ്റ്റ് ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ ഞാൻ 35,000 വിലയുള്ള ഈ കാർഡ് നിന്റെ മേടിച്ചു, പിന്നെ എനിക്കും ആ കടയുടെ ഓണറിനും ഒരു വ്യത്യാസം ഇല്ലാതെ പോകുമെന്ന് പറയുന്നു. എന്നും പറഞ്ഞ് കാർഡും കൊടുത്തിട്ട് ആ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഹീറോയിൻ്റെ തൊട്ട് പറയാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹീറോയിൻ പറയും, എനിക്കിന്ന് ജോബ് ഇന്റർവ്യൂ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഹീറോയിനെ പിടിച്ചെടുത്തിട്ട് പറയും, നിനക്ക് ജോലിയില്ല വേണ്ടത്, ഞാൻ നിനക്ക് ജോലി തരാം, ഒരു മാസം 70,000 രൂപ ശമ്പളം ഞാൻ തരാമെന്ന് പറയുന്നു. നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ എല്ലാ സാധനങ്ങളും എനിക്ക് നീ മേടിച്ചു തരണം, അതാണ് നിന്റെ ജോലി എന്ന് പറയുന്നു. എന്നിട്ട് ഇവന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അത് ഹീറോയിനെ കാണിക്കുന്നു. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലിസ്റ്റ് ഒന്നും ഇല്ല, അടുത്തൊരു
35 വർഷം ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഹീറോ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ ആഹാര വസ്തുക്കളും, ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ ഉൾപ്പെടെ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ലിസ്റ്റ്. ഒരു ലോറി നിറയുന്ന സാധനങ്ങൾ മേടിച്ച് കൂട്ടും. ഇതൊക്കെ കണ്ടു നിൽക്കുന്നവർക്ക് ഇവനൊരു വട്ട കേസാണെന്ന് പറയാം. കാരണം സാധനക്കാരന് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ച് കുറേയൊക്കെ അവൻ ഹോട്ടലൊക്കെ വെക്കുന്നു. അവിടെ സ്ഥലം തികയാതെ പോകുമ്പോഴത്തേക്കും പിന്നെ ഒരു ഗോഡൗൺ അവൻ വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ അകത്ത് ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ പറയുന്ന, ഈ ഹോട്ടലിൽ തന്നെ നീ ശരിയാവത്തില്ല, എനിക്കറിയാവുന്ന ഒരുത്തൻ്റെ വീടുണ്ട്, നീ അവൻ്റെ വീട് റൂം ഷെയർ ചെയ്തോ, അപ്പം അത് വാടക കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഹീറോയെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഈ സംസാരം പെരുമാറ്റം എല്ലാം കുറച്ച് വ്യത്യാസമാണ്, സാധാരണക്കാരെ പോലെ അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനും നമ്മുടെ ഹീറോ ആയിട്ട് നല്ല സെറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ഹീറോയുടെ കൈ പിടിച്ച് വെച്ചിട്ട്, നിന്റെ കൈരേഖ ഞാൻ നോക്കട്ടെ നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് പറയും. പക്ഷെ ഒരു പ്രശ്നം, നമ്മുടെ ഹീറോയുടെ കൈ തൊടുമ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് എന്തെന്നില്ലാത്തൊരു വികാരം. അതേസമയം വീട്ടിൽ അമ്മയ്ക്കാണെങ്കിൽ പുറത്തുപോയി മോനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ ഇരിക്കുക, എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ അവസാനം അമ്മ മുകളിൽ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അമ്മ ലിഫ്റ്റിൽ കയറി മുകളിൽ വരും. അതേസമയം പുറത്തുള്ളവൻ വീണ്ടും നമ്മളെ ഹീറോയെ കണ്ട് ദൈവമാണെന്ന് വിചാരിച്ചവൻ അത് നമ്മളെ ഹീറോയുടെ അമ്മയെ കണ്ടിട്ട് എന്റെ ദൈവത്തിന് പ്രസവിച്ച അമ്മ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അമ്മയുടെ കാലിലോട്ടങ്ങ് വീഴുക. അതിന്റെ കൂടെ അവന്റെ കൂടെ ഇവൻ ഒറ്റയ്ക്കല്ല, ഇവന്റെ കൂടെ മറ്റു കുറെ വിശ്വാസികൾ ഇപ്പോൾ ഇവന്റെ കൂടെ ഉണ്ട്. ഇവനൊരു കമ്മ്യൂണിറ്റി പോലെ ഇതിനെങ്ങനെ നടത്തിക്കൊണ്ട് വരിക. ഇതെല്ലാം കൊണ്ട് നമ്മൾ അമ്മ ഇങ്ങനെ ടോട്ടൽ കൺഫ്യൂഷനായി ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ ഫ്രണ്ട് എന്താ ചെയ്യുന്നത്, നമ്മളെ ഹീറോ വിളിച്ചിട്ട് പോയിട്ട് ഈ പഴയ ടൈപ്പ് ഡ്രസ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ മോഡേൺ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ ഹീറോ ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ ഇങ്ങനെ കാണാം, ബീച്ച് കാണും. അങ്ങനെ നമ്മുടെ ഹീറോ ഓടിച്ചെന്ന് കടലിൽ അതിനെ അങ്ങ് കുളിച്ച് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ബാസ്കറ്റ് ബോൾ കാണുന്നു, ബേസ്ബോൾ കാണുന്നു, ആദ്യമായിട്ട് മഴ കാണുന്നു. പക്ഷേ സാധാരണ എല്ലാവരും മഴ കാണുമ്പോൾ ഓർത്തില്ല. പക്ഷെ നമ്മൾ ഹീറോയ്ക്ക് ഇതൊരു മഴ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹീറോ മഴയത്തൊക്കെ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് നമ്മുടെ അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഈ ഫീലിങ്സ് വരുന്ന സമയത്ത് അടുത്തേക്ക് നമ്മുടെ ഹീറോ കെട്ടിപ്പിടിക്കണം. കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ സമാധാനിക്കും. അപ്പോൾ ഹീറോ പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു മരുമോളെ വേണം, മരുമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. ഉടനെ നമ്മുടെ ഹീറോ ദേഷ്യം പിടിച്ച് എന്തുവാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വഴക്ക് പറയുന്നത്. എനിക്ക് 35 വയസ്സാവുന്നത്, എനിക്കൊരു തുണ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, നിനക്ക് തുണയല്ലേ വേണ്ടത്, അത് ഞാൻ സെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് ഒരു പബ്ബിൽ പോകും. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവർക്ക് നമ്മുടെ ഹീറോയിന് അങ്ങോട്ട് ശരിയാവത്തില്ല. അവർ തമ്മിൽ അത്ര വലിയ ചർച്ചയിലല്ല. അവളുള്ള കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ എന്തായാലും നമ്മളെ ഹീറോയെ അവളെ ഈ പബ്ബിലോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു. പക്ഷെ ഇവർ ചെന്ന് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അവിടെ ഹീറോയെ കണ്ടപാടെ ഇവള് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നീ ഇവിടെ നിൽക്കേണ്ട, വാ പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വലിച്ചെടുത്ത് നമുക്ക് പോകും. അത് ഹീറോ രണ്ടെണ്ണമൊക്കെ അടിച്ച് ഇങ്ങനെ ചുറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഹീറോയിൻ പറയും, നീ എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വഴക്കണം. ഹീറോയിന്റെ ഫ്രണ്ട് പറയും, എടി നീയാണ് നല്ലൊരു പെണ്ണിനെ സെറ്റ് ചെയ്ത് കൊടുക്കാനല്ലേ ഈ പബ്ബ് വരെ കൊണ്ടുവന്നത്, എന്നിട്ട് പിന്നെ അവൻ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കാതെ പറഞ്ഞ് എങ്ങനെ സെറ്റാവും എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരൻ പറയും, ഇത് അവിടെ ഒരു പെണ്ണിനെ നീ കണ്ടില്ലേ, നീ ആ പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കും എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതോടെ ഹീറോയിൻ പെണ്ണിന്റെ അടുത്ത് ചെല്ലുന്നു, നല്ലോണം സംസാരിക്കുന്നു. അപ്പോൾ കൂടെ വേറൊരു പെണ്ണും വരുന്നു. അവളുടെ അടുത്തും നമ്മുടെ ഹീറോ സൂപ്പറായിട്ട് സംസാരിക്കുന്നു. രണ്ടുപേരെയും കൂടി നമ്മുടെ ഹീറോ ഒരുമിച്ച് മാനേജ് ചെയ്യും. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് സംസാരിക്കാമെന്ന് നോക്കാൻ അറിഞ്ഞിട്ട് എന്തൊക്കെയാണല്ലോ നമ്മുടെ ഹീറോ വിചാരിച്ച് ചെയ്തു. പക്ഷെ അവൻ സൂപ്പറായിട്ട് സംസാരിക്കും അവരുമായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആ പെണ്ണുമായിട്ട് ഡാൻസ് കളിക്കുന്നു. അവർ രണ്ട് പെണ്ണുങ്ങളായിട്ട് മാറി മാറി നമ്മുടെ ഹീറോ ഡാൻസ് കളിക്കുന്നു. എല്ലാവരും ഇത് കണ്ട് ഞെട്ടും. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോയിന് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യം വരും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഒരു വിസിലടിക്കും, വാ നീ മതി, ഇന്നത്തെ പാർട്ടിയൊക്കെ മതിയാക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നമ്മുടെ ഹീറോ അടുത്ത് പറയും, ഇവിടെ എന്താ സംഭവിക്കുന്നത്, നീ എൻ്റെ അടുത്ത് ഒന്നും അറിയാത്ത പോലെ നടന്നിട്ട് ഇവിടെ വന്നിട്ട് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇവിടെ എല്ലാ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്ന, ഡയലോഗ് പറയുന്നു, നിനക്കിതൊന്നും അറിവിടുന്നില്ല നീ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എൻ്റെ അച്ഛൻ എനിക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ആടുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പുതിയൊരു ക്യാരക്ടർ ഇൻട്രോ ആവുന്നു. ഈ പുതിയ ക്യാരക്ടർ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഈ പുതിയ ക്യാരക്ടർ. ഇവ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ കുറച്ചു മുന്നേ നമ്മുടെ ഹീറോ ഈ പെൺപിള്ളേരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടപ്പം നമ്മുടെ ഹീറോയിന് ഭയങ്കര അസൂയായിരുന്നല്ലോ. അപ്പോൾ അവനെ കുറച്ച് അസൂയപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഈ എക്സ് ബോയ് ഫ്രണ്ട് അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പം നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയും, നീ ഇങ്ങോട്ട് നോക്ക്, ഇവന്റെ കൂടെ ഒന്നും കൂടല്ലേ, അവനെ കണ്ടാൽ തന്നെ ആള് ശരിയല്ല, നീ എൻ്റെ കൂടെ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഇത് ഇങ്ങോട്ട് നോക്ക്, ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്ത് ഒരു നല്ല മരുമകളെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഹീറോയിന്റെ എക്സ് പറയും, ഇതിനാരെ ഇവെന്തോ ഭ്രാന്തൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇടിക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ ഒരു ഒറ്റ ഇടി കൊടുക്കുവാൻ. അപ്പോൾ പിന്നെ അവൻ അടിക്കാൻ വരും. അപ്പോൾ പിന്നെ ഒരു ഒറ്റ ഇടി കൊടുക്കും മൂക്കനല്ലേ. ഇവരിങ്ങനെ ഷോക്കായിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് സത്യം ഡാൻസ് കളിക്കാൻ മാത്രമല്ല ഫൈറ്റ് ചെയ്യാനും ഹീറോയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഫുള്ള് ടെൻഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ എക്സ് വന്നിട്ട് ഇടിക്കാൻ നോക്കും. അപ്പോൾ മൂക്കാൻ ഒറ്റ ഇടി കൊടുക്കും നമ്മുടെ ഹീറോ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ദേഷ്യപ്പെട്ട് പബ്ബിൽ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക്. അങ്ങനെ ആ രാത്രിയും കഴിയും. അതിന് അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ തേടി ഹീറോയിൻ വരുന്ന സമയത്ത് അത് നോക്കുമ്പോഴേ നമ്മുടെ ഹീറോ ഇല്ല, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് പറയും പാർട്ടി കഴിയുമ്പോഴത്തേക്കും നിന്റെ കൂട്ടുകാരില്ലേ അവളുമായിട്ട് അവൻ പോകുന്നത് ഞാൻ കണ്ടു, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞില്ലെന്ന് പറയും. അത് കേട്ടോണ്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരും. അവൻ ആരുടെ കൂടെ പോയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇവളുടെ കൂടെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ. എന്തായി കാണും, എന്തുമായിരിക്കും രാത്രി എന്തെങ്കിലും എന്ത് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അങ്ങനെ ഈ ടെൻഷൻ നേരെ ചെന്ന് ഹീറോയിൻ പോയി കാർ എടുക്കുന്ന സമയത്ത് നമ്മളെ ഹീറോ വരും. നമ്മുടെ ഹീറോ ചോദിക്കും നീ ഇന്നലെ ക്ലബ് കഴിഞ്ഞിട്ട് എവിടെ പോയി, എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയെന്നല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഹീറോ പറയും ഇന്നലെ പോയതൊക്കെ ശരി തന്നെ, പക്ഷെ അവൾ അടിച്ച് ഉള്ള ബോധം കിട്ടി അവൾ ഉറങ്ങിപ്പോയി. ഒരു രണ്ട് മാത്രം ഉള്ള വീട്ടിൽ എങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, എന്നിട്ട് ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിലാണ് കിടന്ന് ഉറങ്ങി എന്ന് പറയും നമ്മുടെ ഹീറോയിന്റെ അടുത്ത്. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അവസാനം ഇവള് കാറിൽ നിന്ന് ഇറങ്ങുന്ന പേരിൽ ഇറങ്ങി നമ്മുടെ ഹീറോയിൻ പറഞ്ഞു മുട്ടൊക്കെ വരഞ്ഞു മുറി. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വിളിച്ചിരുത്തി നമ്മുടെ ഹീറോയിന് മുട്ടിൽ ഇതുപോലെ ബാൻഡേഡൊക്കെ ഒട്ടിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഇറങ്ങി വിചാരിക്കുന്നതൊന്നും നടന്നില്ല, ഞാൻ ജസ്റ്റ് ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങിയത്, എന്നിട്ട് ഞാൻ രാവിലെ എനിക്ക് വന്നു, അത്രേ ഉള്ളൂ എന്ന് പറയും. നിന്നെ സ്നേഹിക്കുന്നതിന്റെയും മനസ്സുകൊണ്ട് എനിക്ക് വേറെ ആരെയും ആ സ്ഥാനത്ത് സ്നേഹിക്കാനോ കാണാനോ പറ്റത്തില്ലെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ഹീറോയിൻ വീണ് പോകുന്നു. അതിനുശേഷം അവർ തമ്മിൽ ഫസ്റ്റ് ടൈം കിസ് ചെയ്യുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയുടെ ലവ് വർക്കൗട്ട് ആയി. അപ്പോഴാണ് നമ്മുടെ ഹീറോ എന്റെ ഫാമിലിയെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് തന്റെ കുടുംബത്തെ പറ്റി പറയുന്നത്, തന്റെ അമ്മ ആര്, അച്ഛൻ ആരാ എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഇതുപോലെ ന്യൂക്ലിയർ വാർ പേടിച്ചിട്ട് ഞങ്ങൾ ഒരു ബങ്കറിന്റെ അകത്തായിരുന്നു ജീവിച്ചതെന്നൊക്കെ പറയുന്നു. ഞാൻ നിറയെ ഐറ്റംസ് പേടിക്കുന്നത് തന്നെ ഞാൻ ഈ ബങ്കറിൽ കൊണ്ടുപോകാനാണ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഷോക്കായിട്ട് ഇവന് ശരിക്കും ഭ്രാന്താന്ന് വിചാരിക്കുന്നു. ഇവനെ വിശ്വസിക്കാനേ പാടില്ല, വീണ്ടും വിശ്വസിച്ചാണ് ഞാൻ ചെയ്ത് ഏറ്റവും വലിയ തെറ്റെന്ന് വിചാരിക്കുന്നു. എന്നാൽ ശരി ഇതാ നമുക്ക് പിന്നെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഹീറോയെ പുറത്താക്കി കഥ തുടങ്ങി. ഹീറോ നൈസായിട്ട് ഒഴിവാക്കിയതാണെന്ന് പോലും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാക്കാതെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ ആകാശത്ത് നോക്കി അച്ഛനെ ഞാൻ സൂപ്പർ മരുമകൾ റെഡിയാക്കി യെസ് എന്ന് പറഞ്ഞ് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ത്രിൽഡ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഇതിന്റെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ കൂട്ടാനായിട്ട് അങ്ങും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ കാറിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ബുക്ക് കട കാണും. ആ ബുക്ക് കടയുടെ അടുത്താണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് കടയുടെ അടുത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഹീറോ ആദ്യമായിട്ട് ഒരു പിച്ചക്കാരൻ കണ്ടെന്ന് അറിഞ്ഞില്ലേ, ആ പിച്ചക്കാരൻ ഒരു 19 പേരെ വിളിച്ച് കൂട്ടി വെച്ചിരിക്കുക അവിടെ, ഒരു പള്ളി പോലെ ആക്കി അവിടെ. എന്നിട്ട് നമ്മുടെ ഹീറോയെ ആണ് ദൈവം എന്ന് പറഞ്ഞ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവിടെ തന്നെയാണ് നമ്മുടെ വീട് എന്നുള്ളത്. അങ്ങനെ വീട് കണ്ടുപിടിച്ച ആ സന്തോഷത്തിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. അത് നമ്മുടെ പിച്ചക്കാരൻ ദൈവത്തെ നേരിട്ട് കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആ ബോധം കെട്ട് അവിടെ വീഴുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ നമ്മുടെ ഹീറോയിനെ കാണാൻ വരുന്നു. എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ വീട് കണ്ടുപിടിച്ചു, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറയുന്നു. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിലും വീട്ടിൽ മെന്റൽ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെയും ഡോക്ടറിനെയൊക്കെ, അതായത് മെന്റൽ ആയിട്ടുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെയൊക്കെ വിളിച്ച് വീട്ടിൽ ഓൾറെഡി ഇങ്ങനെ ഇരുത്തിയിരിക്കുക. ഹീറോ വരുമ്പോൾ പിടിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ. എന്നിട്ട് അവരുടെ പറയും ഞാൻ പറഞ്ഞില്ലേ ഒരു വട്ടന്റെ കാര്യം, ഇവരാണ് ആ വട്ടം, പെട്ടെന്ന് പിടിച്ചു അവനെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോ പറയും ഇല്ല ഞാൻ കള്ളൊന്നുമല്ല പറഞ്ഞു, ഇതൊക്കെ സത്യമാണ്, എനിക്ക് വട്ടമൊന്നുമില്ല, അതിനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ അവർ കേൾക്കത്തേ ഇല്ല. അങ്ങനെ അവര് നീ ഞങ്ങളുടെ വാ നമുക്ക് പോകാം എല്ലാ ഹോസ്പിറ്റലിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് പണി വാളുന്നതായിട്ട് നമ്മളെ ഹീറോ പതുക്കെ അവരെ വിളിച്ച് പുറത്തുകൊണ്ട് പോകുമ്പോൾ നൈസായിട്ട് കൈ തട്ടി കളഞ്ഞിട്ട് വട്ടം വെച്ച് കൊടുക്കും. ഇതൊരു നമ്മുടെ ഹീറോ ഇറങ്ങി പുറത്തുനിന്ന് പറയും നിങ്ങൾ എന്തിനാ കാണിക്കുന്നത്, ആരെ കൊന്നിട്ട് കൊടുത്താലും പിടിക്കുന്ന പോലെയാണ് നിങ്ങളിടുന്ന് കാണിക്കുന്നത്, ഇതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ നിങ്ങൾക്ക് കംപ്ലൈന്റ് എന്നത്, ഇപ്പൊ ഞാൻ തന്നെ ആ കംപ്ലൈന്റ് തിരിച്ചെടുക്കുക, എനിക്കൊരു കംപ്ലൈന്റ് എടുത്ത് നിങ്ങളെ പോകാൻ പറഞ്ഞ് അവർ പറഞ്ഞു വിടുന്നു. എന്നിട്ട് പറയും അവൻ വട്ടാണെങ്കിൽ വട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ, ഞാൻ അവനെ നോക്കിക്കോളാം, ഈ വീട്ടിൽ ഞാൻ തന്നെ അവനെ എന്താണെന്ന് വെച്ചാൽ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പണി നോക്കി പോകാൻ പറയുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ഹീറോ ഓടിച്ചെന്ന് ഒരു ഫുഡ് ട്രക്ക് എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടും. ഈ വണ്ടിക്കകത്താണ് ഹീറോ മേടിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, അതായത് ഈ പറയുന്ന ആവശ്യ സാധനങ്ങളായ ആഹാര വസ്തുക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാ ബേസിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തിരിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോവാ എന്നെ വിടുന്ന് പറഞ്ഞിട്ട് ഹീറോ എൻ്റെ അകത്ത് കയറി പോകാം. അങ്ങനെ അവസാനം ഹീറോ നമ്മളെ വീട് കണ്ടുപിടിച്ച് വീട്ടിലെത്തുന്നത് നമ്മുടെ ഹീറോ അച്ഛനമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഹീറോയെ നോക്കി വീട്ടിൽ വന്നു. പക്ഷേ ഹീറോ അവിടെ നിന്നും കാണാനില്ല. എന്നാൽ ശരി നമ്മുടെ ഹീറോ ഗോഡൌണിൽ വെച്ച് സാധനങ്ങളൊക്കെ അവിടെ പോയി നോക്കാമല്ലോ, അവിടെ കാണും, അവൻ അവിടെ കാണാൻ സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവിടെ വന്ന് നോക്കും. എന്തുവാ അവിടെ ഒരു സാധനവും ഇല്ല. നമ്മുടെ ഹീറോ പുതിയവരായിട്ട് എന്തോ ചെയ്യും, ഇവന്റെ ദൈവം എന്ന് വിശ്വസിച്ച് കുറെ പേര് അവിടെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഈ ട്രക്കിലുണ്ടാകുന്ന സാധനങ്ങൾ മുഴുവനും അൺലോഡ് ചെയ്യിപ്പിക്കുന്നു. എല്ലാം അൺലോഡ് ചെയ്യിപ്പിച്ച് ബങ്കറിലെത്തിക്കുന്നു. ഈ സമയം ഹീറോയെ കാണുന്നില്ല, ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നടക്കുക. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ സ്റ്റേ ചെയ്ത് ഹോട്ടൽ റൂമിൽ പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഒരു തെളിവ് കാണുമല്ലോ, നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടാനായിട്ട് നേരെ ഹോട്ടൽ റൂമിൽ പോകുന്നു. അങ്ങനെ ഹോട്ടലിൽ പോകുമ്പോൾ അവർക്ക് ആ ഹോട്ടൽ റൂമിൽ പഴയ ബോണ്ട് പത്രം, അതായത് നമ്മൾ ഷെയർസ് ഒക്കെ മേടിക്കത്തില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ, അതിന്റെ കുറെ ബോണ്ട് പേപ്പേഴ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നു. ഇതൊക്കെ 35 വർഷം മുമ്പേ നമ്മുടെ ഹീറോയുടെ അച്ഛൻ, നമ്മുടെ സയന്റിസ്റ്റ് മേടിച്ച് ഷെയർസിന്റെ പേപ്പേഴ്സ് ആണ് ഇതൊക്കെ. ഇത് കിട്ടിയ പാടെ ഇവർ നേരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിളിച്ച് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയും, ഇതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിളിച്ച് ചോദിക്കുമ്പോൾ ഇവരിത് ചെക്ക് ചെയ്തിട്ട് അവർ പറയും ഇപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ ഷെയർസിന്റെ ഇപ്പോഴുള്ള പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. കേട്ടത് ഇവർ ഞെട്ടിപ്പോകുന്നത്, നമ്മളെ ഹീറോയും കൂട്ടുകാരും ഞെട്ടിപ്പോകുന്നത് കേട്ടപാടെ. അതേസമയം നമ്മുടെ ഹീറോ കുറച്ച് സാധനങ്ങളും കൂടി നമ്മുടെ വണ്ടിയിൽ കയറ്റി ഈ പറയുന്ന ആൾക്കാർ വെച്ചിട്ട് അണ്ടർഗ്രൗണ്ടിൽ ടൂർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു, നമ്മുടെ ഹീറോ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ വീട് ഇതേപോലെ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്, ഇങ്ങനത്തെ ബുക്സുകളൊക്കെ വിൽക്കുന്ന സ്റ്റോർ, അതിൻ്റെ അടുത്താണെന്നോ അങ്ങനെ എങ്ങാണ്ട് നമ്മുടെ ഹീറോ ഇടയ്ക്ക് പറയുന്ന കാര്യം നമ്മുടെ ഹീറോയിന് ഓർമ്മ വരുന്നു. അങ്ങനെ നമ്മൾ ഹീറോയിൻ നേരെ ബുക്ക് സ്റ്റോറിൽ വരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ ഹീറോയെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ കടക്കാരൻ പറയും അങ്ങനെയൊന്നും ഇവിടെ ആരുമില്ല, അങ്ങനെ ഒരാളെ പറ്റി എനിക്ക് അറിഞ്ഞേ കൂടുന്നു പറയുന്നു. ഇങ്ങനെയൊന്നും ഇവിടെ ആരുമില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞ് അവരെ കടയിൽ ഇറക്കി വിടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഹീറോയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട്
അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അതിലേക്കൂടെ നടന്നു പോകുന്നത് കാണും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഓടിച്ചെന്ന് നമ്മുടെ ഹീറോയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും നമ്മളെ ഹീറോയെ കാണാതിരുന്നത് നമ്മളുടെ ഹീറോ റിയലൈസ് ചെയ്യും ഹീറോയിന് ഹീറോ അത്രയ്ക്ക് ഇഷ്ടമാണ് അതിലെ ജീവിക്കാൻ പറ്റുന്നുള്ള കാര്യം. അങ്ങനെ ഒരു വഴി അവരെ പ്രണയം പൂവണിക്കും. അങ്ങനെ വാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അച്ഛൻ്റെ അമ്മയുടെ അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ മനസ്സിലാക്കുന്നത് അയ്യോ ഇവൻ ഞാനതൊന്നും ഇല്ലായിരുന്നു, ഇവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഇതൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷം. അച്ഛൻ പറയാം കുഴപ്പമില്ലല്ലോടാ, നീ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ മരുമകളെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കൺഗ്രാജുലേഷൻ മോനെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾക്ക് ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, അതിന്റെ ഷെയർസിന്റെ ഒക്കെ വാല്യൂ ഇത്ര കോടിക്കണക്കാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു, അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ചെന്ന് അതിനെല്ലാം കുറച്ച് ഷെയർസുകൾ വിൽക്കുന്നു. വിറ്റിട്ട് കുറേ കാശ് കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് എല്ലാ വീട് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു സൂപ്പർ പണ്ട് താമസിച്ചില്ല അവർക്ക് ഇട്ടുള്ള രീതിയിൽ ഒരു സൂപ്പർ വീട് കെട്ടി അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് പറയും ഇനി നിങ്ങൾ ഭൂമിയുടെ താഴെ ജീവിക്കരുത്, ഇനി ശിഷ്ടകാലം നിങ്ങൾ ഇവിടെയാണ് സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അങ്ങനെ 35 വർഷം നീണ്ടു നിന്ന ബങ്കറിലെ ജീവിതം ഉപേക്ഷിച്ച് അവർ പുറം ലോകത്ത് ജീവിക്കാൻ വരുന്നു. പിന്നെ അവർ സൃഷ്ടകാലം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ആ പടം അവസാനിച്ചു. അപ്പം വേറൊരു അടിപൊളി പടമായിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.